ഹലോ, ടോക്സ് ഓൺ വാട്സ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UiPathലുള്ള ഒരു ആക്ടിവിറ്റിനെ കുറിച്ചാണ്. സ്വിച്ച് ആക്ടിവിറ്റി. സ്വിച്ച് ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനുള്ള ആക്ടിവിറ്റിയാണ്. അതായത് ഒരു വേരിയബിളിൻ്റെ വാല്യൂവിനെ അടിസ്ഥാനമാക്കിയിട്ട് ഡിഫറെൻറ്റ് സിനാരിയോസിൽ ഈ ഒരു ആക്ടിവിറ്റി എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അതിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു ഡെമോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം സ്റ്റുഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ സ്വിച്ച് ആക്ടിവിറ്റി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓട്ടോമേഷൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു ഇൻപുട്ട് ഡയലോഗ് ബോക്സ് ഉപയോഗിച്ചിട്ട് യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് എടുക്കുകയാണ്. ഓക്കെ, ഒരു സ്ട്രിങ് ഇൻപുട്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു ടൈറ്റിൽ കൊടുക്കുന്നു, ഇൻപുട്ട് യുവർ ഐറ്റം. ഓക്കെ, അതിനുശേഷം ഇവിടെ ലേബിൾ ഞാൻ കൊടുക്കുന്നു ഐറ്റം നെയിം. ആ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ബോക്സ് തന്നെയാണ് വെക്കുന്നത്. യൂസർ ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് എന്താണോ അതിന് നമുക്കൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. Ctrl+K പ്രസ് ചെയ്തു. അതിനുശേഷം വേരിയബിളിന് പേര് കൊടുക്കുന്നു. സ്ട്രിങ് വേരിയബിൾ ആയതുകൊണ്ട് str ഐറ്റം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ വേരിയബിളിൻ്റെ നെയിം. ഇവിടെ നിന്ന് സംഭവിക്കുക, ഈ ഒരു ആക്ടിവിറ്റി റൺ ചെയ്ത് കഴിയുമ്പം നമ്മുടെ സ്ക്രീനിൽ ഒരു മെസ്സേജ് വരും, ഇൻപുട്ട് ഡയലോഗ് ബോക്സ് വരും. അതിനകത്ത് ഇൻപുട്ട് യുവർ ഐറ്റം എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ ഉണ്ടാവും, ഐറ്റം നെയിമിന് വേണ്ടിയിട്ട് ലേബിൾ ഉണ്ടാവും. അതിന് നേരെ നമ്മൾ യൂസർ എന്താണോ എൻ്റർ ചെയ്യുന്നത് ആ വാല്യൂവിനെ ഈ str ഐറ്റം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്വിച്ച് ആക്ടിവിറ്റി ഇടുകയാണ്. ഇത് നമ്മൾ വലിയൊരു ഓട്ടോമേഷൻ എന്നല്ല കേട്ടോ. നിങ്ങൾക്ക് സ്വിച്ച് ആക്ടിവിറ്റി എന്താണെന്ന് മനസ്സിലാവാൻ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാവാൻ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തതാണ്. അപ്പോൾ ഇവിടെ സ്വിച്ച് ആക്ടിവിറ്റി ഡ്രോപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ എക്സ്പ്രഷൻ ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ നമ്മുടെ വേരിയബിളിൻ്റെ നെയിം കൊടുത്താൽ മതി. അതായത് ഈ ഒരു വേരിയബിളിന് വരുന്ന ഡിഫറെൻറ്റ് വാല്യൂസിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഓട്ടോമേഷനെ സ്വിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ str ഐറ്റം എന്നുള്ള വേരിയബിൾ തന്നെ ചൂസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഇവിടെ സ്വിച്ചിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ടൈപ്പ് ആർഗ്യുമെൻറ്റ് ചേഞ്ച് ചെയ്യണം. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വേരിയബിളിൻ്റെ ടൈപ്പ് ഏതാണോ ആ ടൈപ്പ് ആയിരിക്കണം ഇവിടെ ടൈപ്പ് ആർഗ്യുമെൻറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ ഇൻറ്റീജർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻറ്റ് 32 കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് യൂസേജിനനുസരിച്ച് ഇപ്പോൾ ബൂളിയൻ ട്രൂ ഓർ ഫോൾസ് ആണെങ്കിൽ അങ്ങനെ ബൂളിയൻ ചൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ സിനാരിയോയിൽ എന്താണ്, ഞാനിവിടെ ഉപയോഗിക്കുന്ന വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്ന str ഐറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിങ് വേരിയബിളിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ സ്ട്രിങ് യൂസ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു വാർണിംഗ് പോയി. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഡിഫോൾട്ട് ആഡ് ന്യൂ കേസ്. ഓക്കെ, അപ്പം ഞാനൊരു കേസ് ഇവിടെ ആഡ് ചെയ്യാൻ പോവാണ്. കേസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംഗോ. ഓക്കെ, ഇതാണ് എൻ്റെ ഒന്നാമത്തെ കേസ്. അപ്പോൾ ഈ മാംഗോയുടെ അകത്ത് ഞാനൊരു മെസ്സേജ് ബോക്സ് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നു str ഐറ്റം പ്ലസ് ഒരു സ്പേസ് ഇട്ടതിന് ശേഷം ഈസ് എ ഫ്രൂട്ട്. ഓക്കെ, ഇനി ഞാൻ അടുത്തൊരു കേസ് ആഡ് ചെയ്യാണ്, കാർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു മെസ്സേജ് ബോക്സ് ആഡ് ചെയ്യുന്നു. str ഐറ്റം പ്ലസ് സ്പേസ് ഈസ് എ വെഹിക്കിൾ. അപ്പം ഞാൻ രണ്ട് ഐറ്റംസ് ആഡ് ചെയ്തു. നിങ്ങൾക്ക് ഇങ്ങനെ എത്ര കേസസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ, ഒരു വേരിയബിളിന് വരാൻ പറ്റുന്ന വാല്യൂസ് എന്തൊക്കെയാണോ അത്രയും വാല്യൂസ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. അതിൽ ഓരോ വാല്യൂ വരുമ്പോഴും നമ്മുടെ ഓട്ടോമേഷൻ ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു ഏരിയയിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഞാനിവിടെ ജസ്റ്റ് എക്സാമ്പിൾ ഒരു മെസ്സേജ് ബോക്സ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്കിവിടെ കേസസ് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ന്യൂ കേസ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ രണ്ട് കേസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ടല്ലേ. ഈ ഡിഫോൾട്ട് എന്തായിരിക്കും ചെയ്യുന്നത്, അതായത് നമ്മുടെ ഈ കേസസിൽ പെടാത്ത ഏതെങ്കിലും ഒരു വാല്യൂ ഈ ഒരു വേരിയബിളിന് വരികയാണെങ്കിൽ ഓട്ടോമേഷൻ എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്കൊരു മെസ്സേജ് ബോക്സ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം str ഐറ്റം പ്ലസ് സ്പേസ് ഈസ്
നോട്ട് ഇൻ മൈ ഡേറ്റ. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഡിഫോൾട്ടിൻ്റെ അകത്ത് എന്താണോ കൊടുക്കുന്നത് അത് എപ്പോഴാണ് വർക്ക് ചെയ്യുക, നമ്മുടെ കേസസിൽ നമ്മൾക്ക് ഇല്ലാത്ത ഒരു വാല്യൂ ഈ ഒരു വേരിയബിളിന് വരുന്ന സമയത്ത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. റൺ ചെയ്യാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻപുട്ട് യുവർ ഐറ്റം എന്ന് ടൈറ്റിൽ വന്നു, ലേബൽ ഐറ്റം നെയിം എന്ന് വന്നു. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, മാംഗോ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുന്നു. സി മാംഗോ ഈസ് എ ഫ്രൂട്ട്, അതായത് ആ വേരിയബിളിന് മാംഗോ എന്ന് പറഞ്ഞ വാല്യൂ വന്നപ്പം ആ ഒരു കേസിലേക്ക് പോയി അവിടെ എന്ത് ആക്ടിവിറ്റി ആണോ ഉള്ളത് അതിന് എക്സിക്യൂട്ട് ചെയ്തു. നമ്മുടെ കേസിൽ ഒരു മെസ്സേജ് ബോക്സ് ആയിരുന്നു, അവിടെ നമ്മൾ എന്താണ് കൊടുത്തത്, STR ഐറ്റം ഈസ് എ ഫ്രൂട്ട്. അപ്പോൾ STR ഐറ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ അവിടെ മാംഗോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു. അതിനുശേഷം ബാക്കി കൊടുത്ത സ്ട്രിങ്ങും വന്നു. അതാണ് മാംഗോ ഈസ് എ ഫ്രൂട്ട് എന്ന് വരാൻ കാരണം. ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യാം, കാർ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. റൺ ചെയ്യുന്നു. ഞാനിവിടെ കാർ എന്ന് കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കാർ ഈസ് എ വെഹിക്കിൾ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്താ നമുക്കുള്ളത്, നമ്മുടെ ഡിഫോൾട്ട് സിനാരിയോ കൂടി ടെസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും റൺ ചെയ്യുന്നു. ഇത്തവണ ഞാൻ നമ്മുടെ കേസിൽ ഇല്ലാത്തൊരു വാല്യൂ കൊടുക്കുന്നു, ഓറഞ്ച്. ഓറഞ്ച് നമ്മുടെ കേസിലുണ്ടോ, ഇല്ല. അപ്പം ഞാനിവിടെ ഓറഞ്ച് എന്ന് ടൈപ്പ് ചെയ്തു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഡിഫോൾട്ടിൽ എന്താണോ കൊടുത്തത് ആ ആക്ടിവിറ്റിയാണ് റൺ ചെയ്തത്. ഓറഞ്ച് ഈസ് നോട്ട് ഇൻ മൈ ഡാറ്റ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് സ്വിച്ച് ആക്ടിവിറ്റി എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ഇതിൽ ഓട്ടോമേഷൻ ഡെവലപ്പ് ചെയ്യുമ്പം നിങ്ങളുടെ സിനാരിയോക്ക് അനുസരിച്ചിട്ട് ഈ ഒരു ഐഡിയനെ ഡെവലപ്പ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, സ്വിച്ച് ആക്ടിവിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അവർക്ക് RPA പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹാപ്പി ഓട്ടോമേഷൻ വിത്ത് സ്റ്റോക്ക് ഫോൺ ബോട്ട്സ് മലയാളം. താങ്ക് യു.